അയ്യോ വേണ്ട ബൈ. ഹലോ ഗൈസ്, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുകയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇന്ന് എൻ്റെ ദൈവമേ ഒരു ഒന്നൊന്നര യാത്രയാണ് കഴിഞ്ഞൊരു 2-3 ദിവസമായിട്ട്. രാവിലെ 7:30 ഇറങ്ങും, എങ്ങനെ പോയാലും 8:30 ഞാനിവിടെ ഓഫീസിലെത്തും. അത്ര തിരക്കാണ്. മുഖത്തൊക്കെ കണ്ട് എന്തൊരു പൊടിയാ. ഈ കാക്കനാട് ടു MG റോഡ് ഇത്രയും പൊടിയാണ് എൻ്റെ ജീവിതത്തിൽ എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള. അത്ര മാത്രം പൊടിയായി ഒരു 2-3 ദിവസമായിട്ട് ഞാൻ ശ്വസിക്കുന്നത്. അയ്യോ, പറയാതിരിക്കാൻ വയ്യ. നല്ല യാത്ര കേട്ടോ. കാക്കനാട് ടു MG റോഡ് എന്ന് മാത്രമല്ല, ഏത് വഴിക്ക് പോയാലും ഈ രാവിലെ നല്ല തിരക്കാണ്. ഓഫ്, മെട്രോ വന്നു കഴിഞ്ഞാൽ നല്ല സുഖമായിരിക്കും കേട്ടോ. എന്തോരം പേരായിരിക്കും അപ്പോൾ യാത്ര ചെയ്യുക. ഓഫ്, ആലോചിക്കാൻ വയ്യ. എന്തൊക്കെ പോട്ടെ, ഞാനിങ്ങനെ ഇരിക്കാം. എൻ്റെ കൈ വേദനെടുത്ത് തുടങ്ങി. അപ്പം ഞാൻ രാവിലെ ഒരു 7:15 ആകുമ്പോഴേക്കും എണീക്കും. 7:30 ഇറങ്ങും. ചേട്ടന് 8 മണിയാകുമ്പോഴേക്കും ഓഫീസിലെത്തണം. അപ്പം 7:30 ആകുമ്പോഴേക്കും ഞാൻ ഇറങ്ങും. പിന്നെ അതിന് ശേഷം ചേട്ടൻ്റെ ഓട്ടപ്പാച്ചിലാണ് എങ്ങനെയെങ്കിലും ഒന്ന് ഓഫീസ് എത്താനായിട്ട്. അത് ചേട്ടൻ മാത്രമല്ല കേട്ടോ, ഞാൻ കഴിഞ്ഞൊരു 2 to 3 ഡേയ്സ് ഇങ്ങനെ പോയി വരുമ്പം കുറേ ഫെമിലിയർ ഫേസസ് ഈ ഒരു സമയത്ത് നമുക്ക് കാണാൻ പറ്റും. കുറേ ഫെമിലിയർ ബൈക്ക് നമുക്ക് കാണാൻ പറ്റും. കാരണം അവരൊക്കെ 1-2 മിനിറ്റ് ഇങ്ങനെ ലേറ്റായി നെട്ടോട്ട് ഓടുന്ന കുറേ പേരാണ്. നമുക്ക് തന്നെ സങ്കടം തോന്നും. അവരിങ്ങനെ എന്താ പറയുക, രാവിലെ തന്നെ ഇത്രയും ഹറി ബറി റഷ്. നമ്മളൊക്കെ ആഗ്രഹിക്കുന്ന ഒരു സ്ലോ മോർണിംഗ് ആണല്ലോ. നമുക്ക് തന്നെ അത് കാണുമ്പം അയ്യോ ഇവരെന്തിനും ഇങ്ങനെയൊക്കെ പോകുന്നത് എന്നുള്ള ഒരു ചിന്താഗതി വരും. പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല, അവരുടെ ലൈഫ് സ്റ്റൈൽ എനിക്ക് തോന്നുന്നു അങ്ങനെ ആയിപ്പോയി എന്ന് തോന്നുന്നു, ഇത്രയും നാളിങ്ങനെ ഓടിപ്പോയിട്ട്. എനിവേസ്, അപ്പോൾ ഞാനിങ്ങനെ ആലോചിക്കായിരുന്നു, ഞാനൊക്കെ 8:30 എണീക്കുള്ളൂ ഹോസ്റ്റലിലാണെങ്കിൽ തന്നെ. ഇപ്പോൾ 7:30 എണീറ്റ് 8:30 ആകുമ്പോഴേക്കും സംഹൗ ഞാൻ എങ്ങനെയെങ്കിലും ഓഫീസിലെത്തും. കഴിഞ്ഞൊരു 2-3 ദിവസമായിട്ട് ഞാനാണ് ഷട്ടർ തുറക്കണത്, ഞാനാണ് ഇവിടുത്തെ ലൈറ്റ് ഇടുന്നത്. അയ്യോ, ഇറ്റ് വാസ് എ ഗുഡ് ജേർണി ലാസ്റ്റ് 1 വീക്ക്. ഇത്രയും വർത്തമാനം പറഞ്ഞിരുന്നു കഴിഞ്ഞാൽ ആൾക്കാർ വരും, ഞാൻ ലേറ്റാവും. അപ്പം ഇന്നത്തെ ഒരു ദിവസത്തിലേക്ക്, അതായത് ഇത്രയും തിരക്കുള്ളൊരു ദിവസത്തിലേക്ക് എല്ലാവരെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഒന്നും ഉണ്ടാവില്ല ഇന്നത്തെ വ്ളോഗിൽ. കുറച്ച് ഓഫീസ് പണികളായിരിക്കും കൂടുതലും. പിന്നെ രാവിലത്തെ കുറച്ച് റഷൊക്കെ കാണിച്ചു. ഇന്ന് കുറച്ച് തിരക്കും അതായത് കുറച്ച് മീറ്റിങ്സൊക്കെ ഉള്ള ദിവസമാണ്. അപ്പോൾ അതൊന്ന് നോട്ട് ഡൗൺ ചെയ്ത് ഒന്നും നമ്മുടെ ഇതിലേക്ക് കോർഡിനേറ്റ് ചെയ്യണം. പിന്നെ ഇത്രയൊക്കെ തന്നെ. ഇതൊക്കെ ചെയ്യുമ്പോൾ തന്നെ 6 മണിയാവും. പിന്നെ ഇറങ്ങാനുള്ള സമയവും. ഇന്ന് തിരിച്ച് ഷെഹന ഉണ്ടാവില്ല. ഞാനപ്പം വിചാരിക്കുന്നത് പാലാരിവട്ടം വരെ MG റോഡ് പാലാരിവട്ടം വരെ മെട്രോയിൽ പോയിട്ട് അവിടെ നിന്ന് പിന്നെ യൂബർ വിളിക്കാമെന്നാണ് ഞാനിങ്ങനെ വിചാരിക്കുന്നത്. നോക്കട്ടെ. കാരണം ഇവിടുന്ന് കലൂരെത്തുമ്പോഴേക്കും തന്നെ 1 hour കഴിയും. അത്ര തിരക്കായിരിക്കും. ഷെഹന കുറേ കുഞ്ഞു വഴികളിലൂടെ പോകുമ്പോൾ നമുക്ക് അത്രയും പ്രശ്നം വരാറില്ല. പക്ഷേ ഊബർ വിളിക്കുമ്പം അത് ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് തോന്നും, ഭയങ്കര ഹെക്ടിക് ട്രാഫിക്കായിട്ട് തോന്നും. അപ്പോൾ വിചാരിച്ചു പാലാരിവട്ടം വരെ പിന്നെ പൈപ്പ് ലൈനിൽ തിരിഞ്ഞ് പോയാൽ പോരെ. അപ്പോൾ അങ്ങനെ വിചാരിക്കണു. എങ്ങനെ നടക്കും എന്നെനിക്കറിയില്ല. അപ്പോൾ ഇന്നത്തെ ഒരു ദിവസത്തിലേക്ക് എല്ലാവരെയും ഞാൻ ക്ഷണിക്കുന്നു. എന്തൊക്കെ നടക്കുന്നു, എന്തൊക്കെ ഞാൻ ചെയ്യുന്നു എന്നും എല്ലാവരും നമുക്കൊപ്പം നടക്കാം. അതല്ലേ അതിൻ്റെ ഒരു രീതി. അപ്പോൾ അങ്ങനെ ഞാൻ പോയി ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് വരട്ടെ. അത് കഴിഞ്ഞ് ബാക്കി വിശേഷങ്ങൾ വഴിയെ കാണാം. ഓക്കെ. ഇത്രയും ട്രാഫിക്കിൽ വരുന്നതുകൊണ്ട് തന്നെ അത്യാവശ്യം പൊടി എൻ്റെ മുഖത്ത് തന്നെ ഉണ്ടായിരുന്നു കേട്ടോ. ഞാൻ എൻ്റെ സ്വന്തം വീട്ടിലേക്ക് എത്തിയപ്പോഴാണ് ഞാൻ ഒരു കാര്യം മനസ്സിലാക്കിയത്. എൻ്റെ ഹെൽമെറ്റിൽ എന്തോരം പൊടി ആ ഫ്രണ്ട് ഗ്ലാസ്സിൽ ഉണ്ട് എന്നുള്ളത്. ആ ട്രാവൽ ചെയ്ത സമയത്തൊന്നും ഞാൻ ആലോചിച്ചില്ല അതിനെ പറ്റിയിട്ട്. പക്ഷേ ഹെൽമെറ്റ് ഒന്ന് തിരിച്ച് എടുത്തു വയ്ക്കാൻ നിന്നപ്പോഴാണ് എത്രമാത്രം പൊടി ആ ഹെൽമെറ്റിലുണ്ടെന്ന് ഞാൻ കണ്ടത്. അപ്പോൾ എൻ്റെ മുഖത്ത് ഞാൻ കാണാണ്ട് തന്നെ എന്തോരം പൊടി ഉണ്ടാവും. അതൊക്കെ കഴുകിക്കളഞ്ഞ് വേഗം ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് വേഗം
വർക്കിന് ഇരിക്കട്ടെ കേട്ടോ. കുറേ അധികം പേര് എന്നോട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ്, ഞാൻ എവിടെയാണ് വർക്ക് ചെയ്യുന്നത്, ഞാൻ എന്തായിട്ടാണ് വർക്ക് ചെയ്യുന്നത്, ഈ ഒരു ജോലി എങ്ങനെ കിട്ടി എന്നുള്ളത്. അപ്പം ഞാൻ വർക്ക് ചെയ്യുന്നത് ഒരു കോർപ്പറേറ്റ് ബാങ്കിലാണ്. HR അസിസ്റ്റൻ്റ് ആയിട്ടാണ് ഞാൻ വർക്ക് ചെയ്യുന്നത്. കൊച്ചിയിലാണ് വർക്ക് ചെയ്യുന്നത്. ഞാൻ എൻ്റെ BCom കഴിഞ്ഞപ്പോൾ തന്നെ ഇൻ്റർവ്യൂ പാസ്സായി അങ്ങനെ ഈ കമ്പനിയിലേക്ക് കയറിയതാണ്. അപ്പോൾ ഫസ്റ്റ് നമുക്ക് റിക്രൂട്ട്മെൻ്റ് ആയിരുന്നു. പിന്നത്തെ ഒരു ലാസ്റ്റ് ഒരു 5 to 6 months ആയിട്ട് ഞാനിപ്പം ടാലൻറ്റ് മാനേജ്മെൻറ്റ് ഓപ്പറേഷൻ ടീമിലാണ് കേട്ടോ. അതായത് നമുക്ക് റോൾ ചേഞ്ചസ് ഒക്കെ വന്നു, ജോബ് റൊട്ടേഷൻ വന്നു. കഴിഞ്ഞ ഒരു 1.5 years നമ്മൾ റിക്രൂട്ട്മെൻറ്റിൽ തന്നെയായിരുന്നു. റിക്രൂട്ട്മെൻറ്റും സെലക്ഷനും ഓൺ ബോർഡിങ്ങും എല്ലാം നമ്മൾ തന്നെയായിരുന്നു ചെയ്യുന്നത്. ഇപ്പം ഒരു കുഞ്ഞൊരു ചേഞ്ച് വന്നതായിരുന്നു ടാലൻറ്റ് മാനേജ്മെൻറ്റ് എന്നുള്ളത്. അപ്പം നമുക്കിതിൽ ആഫ്റ്റർ ജോയിനിങ് ഉള്ള എല്ലാ പ്രോസസ്സാണ് ചെയ്യുന്നത്. അപ്പം ജോയിനിങ് കഴിഞ്ഞിട്ട് നമുക്ക് എംപ്ലോയീസായിട്ട് എന്താ പറയുക, കണക്ഷൻ വെക്കാനും അവരായിട്ട് സംസാരിക്കാനൊക്കെ നമുക്ക് കുറച്ച് മീറ്റിങ്സ് കണ്ടക്ട് ചെയ്യാനുണ്ട്. ഇപ്പോൾ 30 days, 90 days, 60 days. അപ്പോൾ ഈ ഓരോ 30 daysലും അല്ലെങ്കിൽ ഓരോ 60 daysലും അവർക്ക് ഉണ്ടാകുന്ന ഓരോ പ്രശ്നങ്ങൾ നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. അവർക്ക് നമ്മളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം, അതിനുള്ള പരിഹാരങ്ങൾ നമുക്ക് പറഞ്ഞു കൊടുക്കാം. ഇതൊക്കെയാണ് ഇതിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഞാനാണ് അനന്തു, ഞാനിവിടുത്തെ IT. ഇന്നലെ പൂട്ടിപ്പോയത് ഞാനാ, ഇവിടെ തുറക്കണത് ഞാനാ. എങ്ങനെ 6 മണിയാവണേന്ന് അറിയില്ല, പെട്ടെന്ന് 6 മണിയായി. അവിടെ നിന്ന് ഇറങ്ങി നേരത്തെ പറഞ്ഞ പോലെ തന്നെ പാലാരിവട്ടം വരെ ഞാൻ മെട്രോയിൽ വന്നു. അതിനുശേഷം അവിടെ നിന്ന് ഞാൻ ഊബർ എടുത്തിട്ട് നേരെ കാക്കനാട് ഫ്ലാറ്റിലേക്ക് പോകാമെന്നാണ് വിചാരിക്കുന്നത്. ഓഫീസിലിരുന്നപ്പോൾ നേരത്തെ കണ്ട 2 ചേട്ടന്മാരില്ലേ, ആ ചേട്ടന്മാരെൻ്റെ അടുത്ത് പറഞ്ഞു വാട്ടർ മെട്രോയിൽ പൊക്കോ, അതാവുമ്പം വേഗം നമുക്ക് എത്താം, ഈ ട്രാഫിക്കൊന്നും ഉണ്ടാവില്ലല്ലോ എന്ന്. പക്ഷേ എൻ്റെ ഉള്ളിലെ ഒരു പേടി കാരണം ഞാൻ വിചാരിച്ചു ഇപ്രാവശ്യം വേണ്ട, അടുത്ത പ്രാവശ്യം നമുക്ക് ട്രൈ ചെയ്യാം. വിചാരിച്ച അത്ര ബ്ലോക്കൊന്നും നമുക്ക് കിട്ടിയില്ല കേട്ടോ. പെട്ടെന്ന് എത്തി. ഇനി ഒന്ന് ഫ്രഷായി കുളിച്ച് നാളെ വർക്ക് ഫ്രം ഹോം ആണല്ലോ എന്നുള്ളൊരു സമാധാനത്തിൽ ഇന്ന് പോയി അങ്ങോട്ട് കിടന്ന് ഉറങ്ങാം. പോട്ടെ തിരിച്ച് ആൻറ്റി, പോട്ടെ തിരിച്ച് ആൻറ്റി, പോട്ടെ തിരിച്ച്. ബൈ, ടാറ്റാ. ടാറ്റാ. എവിടെ ഇരിക്കാം? ഹാപ്പി ഷാപ്പിംഗ് ചെയ്യണ? പപ്പ വരുമ്പോ ഷാപ്പിംഗ് ചെയ്യും. ആണോ? പൊന്നേ നല്ല വിളിക്കാറ്. ആ പൊന്നേ. പപ്പനെ നിന്ന് വിളിക്കാറ്. അമ്മമ്മ പപ്പനെ നിന്ന് വിളിക്കാം. മുത്തേ കേക്കണുണ്ടോ നീ വലുതോ? അമ്മോട് പറയട്ടെ, അമ്മോട് പറയട്ടെ. അതെ അവിടെ ഇത് കൊണ്ടുവന്നിരുന്നത് അമ്പൂ. ടൊമാറ്റോ ടൊമാറ്റോ. വെരി ഗുഡ്. ഇത് ഹെഡ്ക്വാർട്ടേഴ്സ്. എന്തേ എങ്ങടാ വരണേ? എങ്ങടാ വരണേ? എങ്ങടാ വരണേ? എന്താ വേണ്ടേ? എന്താ വേണ്ടേന്ന് പറ. എന്താ വേണ്ടേന്ന് പറ. പാട്ട് വേണം. പാട്ട് വേണോ? നമുക്ക് തമ്പാച്ചെത്തിക്കാം. തമ്പാച്ചെത്തിക്കാം, എന്നിട്ട് നമുക്ക് പാട്ട് കേൾക്കാം. ഓക്കെ? കരേ കരേ കരേ. എന്റെ ഇവിടെ സമ്മേളനം. അമ്മ പറഞ്ഞ സമ്മേളനം. സമ്മാനം അതിൻ്റെ ഉള്ളിലാ. ദാറ്റ് ഇസ് മൈ മേക്കപ്പ് കിറ്റ്. ഓക്കെ?
Yeah. Can you please give me that? Can you please give me that? Can you please? Wow. Wow. ഇപ്പൊ കിടക്ക് തൊട്ടട്ടെ